ഒരാൾട്ടർനേറ്റീവ് ഇല്ലാതെയായി, ബദൽ ഇല്ലാതായി എന്നുള്ളതാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത. ഭരണകൂടം തന്നെ രാഷ്ട്രമായി മാറുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭരണകൂടത്തെ നയിക്കുന്ന ആൾ തന്നെ രാഷ്ട്രമായി മാറും. ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. നമ്മൾ സംസാരിക്കുന്നത് ബംഗ്ലാദേശിനെ കുറിച്ചാണ്. നമ്മുടെ അയൽ രാജ്യം. അവിടെ ജൂലൈ മുതൽ തുടങ്ങിയ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, തൊഴിൽരഹിതരായ ആളുകളുടെ പ്രതിഷേധം, അത് വലിയ സംഘർഷത്തിൽ കലാശിച്ചു. ആൾനാശമുണ്ടായി. 18-നും 35-നും ഇടയിലുള്ള മരിച്ച ചെറുപ്പക്കാരുടെ എണ്ണം സംബന്ധിച്ചുള്ള ഇപ്പോഴും കൃത്യമായ കണക്കില്ല. 300ഓളം പേർ മരിച്ചു എന്നൊക്കെയാണ് അനൗദ്യോഗിക വിവരങ്ങൾ. എത്ര പേർ മരിച്ചു എന്നുള്ള കാര്യത്തിൽ തിട്ടമില്ല. വലിയ പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിലുണ്ടായത്. ആ പ്രക്ഷോഭം തുടങ്ങുന്നത് അവിടെ 1971 ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യത്നിച്ച ആളുകളുടെ ബന്ധുക്കൾക്ക് ജോലിയിൽ, സർക്കാർ ജോലികളിൽ സംവരണം അനുവദിച്ചുകൊണ്ട് അവിടെ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു, 30% സംവരണം. അത് റദ്ദാക്കണം എന്ന ആവശ്യം ദീർഘനാളായിട്ടുണ്ടായിരുന്നു. അത് റദ്ദാക്കാൻ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു തീരുമാനമെടുത്തു. മുഴുവനായി റദ്ദാക്കാനല്ല, ചില അവസരങ്ങളിൽ ഈ സംവരണം വേണ്ട എന്ന തീരുമാനമെടുത്തു. അത് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അവിടുത്തെ ഹൈക്കോടതി അത് ശരിവെച്ചു. അതായത് 30% സംവരണം എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള, എല്ലാ പൊസിഷൻസിലും വേണം എന്ന ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ഇതേ തുടർന്നാണ് വലിയ പ്രക്ഷോഭം അവിടെ രൂപപ്പെട്ടു. ആ പ്രക്ഷോഭം പിന്നീട് ഷെയ്ഖ് ഹസീന രാജിവെക്കണം എന്ന ആവശ്യത്തിലേക്ക് ഉയർന്നു. ദീർഘകാലമായി തുടരുന്ന 2009 മുതൽ തുടരുന്ന ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് ഭരണം, അതിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം കൂടി ഈ പ്രക്ഷോഭത്തിലേക്ക് ഉൾച്ചേരുകയും ഏറ്റവും അവസാനം ഷെയ്ഖ് ഹസീന രാജിവെച്ച് നാടുവിട്ടു പോയതായിട്ടാണ് അവസാനമുള്ള വരുന്ന റിപ്പോർട്ടുകൾ. അവിടെ പട്ടാള മേധാവി ഭരണമേറ്റെടുത്തുകൊണ്ട് ഒരു താൽക്കാലിക ഭരണകൂടം സ്ഥാപിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. നമുക്കൊപ്പം ഉള്ളത് ഡോക്ടർ PJ വിൻസെൻ്റ് ആണ്, വിദേശകാര്യ വിദഗ്ധനും അധ്യാപകനുമായ. ഈ ബംഗ്ലാദേശിലെ ഒട്ടും എക്സ്പെക്റ്റഡ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ കഴിഞ്ഞ ജൂലൈയിൽ ഇത് തുടങ്ങുവോളം നമ്മൾ ബംഗ്ലാദേശിനെ കുറിച്ച് കേട്ടിരുന്നത് ഇന്ത്യക്ക് മുമ്പ് വികസിത രാജ്യമായി മാറും എന്ന രീതിയിൽ ബംഗ്ലാദേശിനെ കുറിച്ചുള്ള കഥകൾ പുറത്തേക്ക് വന്നിരുന്നു. ടെക്സ്റ്റൈൽ രംഗത്ത് അവർ, കയറ്റുമതി രംഗത്തൊക്കെ അവർ ഉണ്ടാക്കിയ വലിയ നേട്ടങ്ങളെക്കുറിച്ചുള്ള കഥകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ഇത്രയും ഗുരുതരമായൊരു ആൻറ്റി ഇൻകംബൻസി അവിടെ ഉണ്ട് എന്നുള്ളത് ഒരു തരത്തിലും വലിയ വാർത്തകളായിട്ടൊന്നും പുറത്തേക്ക് വന്നിരുന്നില്ല. അതുകൊണ്ട് ഇത് ഒരു അൺഎക്സ്പെക്റ്റഡ് ഡെവലപ്മെൻ്റ് ആയിട്ട് കാണുന്നു. അൺഎക്സ്പെക്റ്റഡ് ഡെവലപ്മെൻ്റ് ആയിട്ട് തന്നെയാണ് അതിനെ കാണേണ്ടത്. അതേസമയം ആൻറ്റി ഇൻകംബൻസി തൃണമൂലതലത്തിൽ വ്യാപിച്ചിരുന്നു എന്നുള്ളതും വാസ്തവമാണ്. അത് വേണമെങ്കിൽ ഒരു ഗ്ലോബൽ ഫിനോമിനയായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ചില ആളുകളൊക്കെ പറയുന്ന പോലെ ഓട്ടോക്രസി, എലക്റ്റഡ് ഓട്ടോക്രസി, ആ പ്രയോഗം ശരിയാണെന്നറിയില്ല, തെരഞ്ഞെടുപ്പിലൂടെ ഏകാധിപതികൾ ഭരിക്കുന്ന ഒരവസ്ഥ നമുക്കത് പരിചിതമാണ്. നമുക്കത് പരിചിതമാണ്. അതിപ്പോൾ ലോകത്തിൻ്റെ ഒരു പൊതു വിഷയമായി മാറിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് പുതിൻ. 1999 മറ്റോ റഷ്യയിൽ അദ്ദേഹം പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. പിന്നെ തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അവസാനം നടന്ന തിരഞ്ഞെടുപ്പ്, ഒരു 2 മാസം മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ വീണ്ടും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനിടയ്ക്ക് 2 വർഷം 2 ടേം കഴിഞ്ഞാൽ പിന്നെ പ്രസിഡൻ്റ് ആവാൻ പറ്റില്ല. ആ ഭരണഘടനാ ഭേദഗതിയിലൂടെ അതൊക്കെ അദ്ദേഹം എടുത്തു മാറ്റി. അതാണ് റഷ്യയിലെ അവസ്ഥ. സമാനമായ അവസ്ഥയാണ് ചൈനയിലും. ഷീ ജിൻപിങ് ഇനിയും എക്കാലത്തേക്കും അദ്ദേഹത്തിന് 36 വരെ മറ്റോ തുടരാൻ പറ്റുന്ന രീതിയിൽ ഭരണഘടനയിൽ മാറ്റം വരുത്തുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ ലോകത്തിൽ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ആളുകൾ എല്ലാ അധികാരങ്ങളും തന്നിലേക്ക് കേന്ദ്രീകരിക്കുകയും പിന്നീട് തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിൽ നിർത്തി തുടർച്ചയായി ജയിച്ചു വരികയും ചെയ്യുന്ന അവസ്ഥ. ഇപ്പം 2011 അറബ് വസന്തം ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ഏകാധിപതികൾക്കെതിരെയുള്ള സമരമായിരുന്നു. അത് ലിബിയയിലാണെങ്കിലും ടുണീഷ്യയിലാണെങ്കിലും ഈജിപ്തിലാണെങ്കിലും അവിടെയൊക്കെ ഭരിക്കുന്ന പ്രസിഡന്റുമാർ ഏകാധിപതികളായിരുന്നു. പക്ഷേ അവരെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടവർ കൂടിയായിരുന്നു. ആ ഗണത്തിൽ ഇപ്പോൾ സിറിയയിലെ ബാഷർ അൽ അസദ് മാത്രമേ ഉള്ളൂ. അദ്ദേഹവും തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ്. പക്ഷേ ഇതൊക്കെ അടിസ്ഥാനപരമായി ഏകാധിപത്യ സ്വഭാവമുള്ളതാണ്. എന്നാൽ ഈ പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമാണ് ബംഗ്ലാദേശിൻ്റെ അവസ്ഥ. ബംഗ്ലാദേശിൽ വളരെ ശക്തമായ ഒരു ഡെമോക്രാറ്റിക് ട്രഡിഷൻ അവർക്കുണ്ട്. അതൊരു ഫാക്റ്റാണ്. അപ്പം ബംഗ്ലാദേശിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഷെയ്ഖ് മുജിബുർ റഹ്മാൻ, അദ്ദേഹത്തിൻ്റെ പുത്രിയാണ് ഷെയ്ഖ് ഹസീന. 1978 ഷിയാവുർ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി സ്ഥാപിക്കുന്നത്. അതും ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അപ്പം അദ്ദേഹത്തെ പിന്നീട് 1982
അദ്ദേഹത്തെ അട്ടിമറിച്ചിട്ടാണ്, കൊലപ്പെടുത്തിയിട്ടാണ് ഇർഷാദ് അധികാരം പിടിക്കുന്നത്. അദ്ദേഹം 10 വർഷത്തോളം 1991 വരെ അധികാരത്തിലിരുന്നു. പിന്നീട് ഈ സിയാവുർ റഹ്മാൻ്റെ വിധവയായിട്ടുള്ള ബീഗം ഖലീദ സിയ ആണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിനെ നയിക്കുകയും അവർ വളരെ ശക്തമായ ഒരു ഭരണം അവിടെ കാഴ്ചവെക്കുകയും ചെയ്തു. അതും റെക്കോർഡാണ്. ഇസ്ലാമിക ലോകത്തെ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടാമത്തെ പ്രൈം മിനിസ്റ്ററാണ് ബീഗം ഖലീദ സിയ. ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ബേനസർ ഭൂട്ടോ ആണ് പാകിസ്ഥാനിൽ. അവർ 1991 മുതൽ 96 വരെ 5 വർഷം അവർ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്നു. അതിനുശേഷം 2001 മുതൽ 2006 വരെ, അങ്ങനെ 10 വർഷം അവർ ബംഗ്ലാദേശിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അതേ കാലത്ത് തന്നെ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് വളരെ ശക്തമായ പ്രതിപക്ഷമാണ്. അപ്പോൾ പൊതുവേ നമ്മൾ ബംഗ്ലാദേശിനെ കുറിച്ച് അക്കാലത്ത് പറയുന്ന ഒരു കാര്യം, ബംഗ്ലാദേശിൽ ഇനി ഒരു വനിതയല്ലാതെ പ്രധാനമന്ത്രിയാവില്ല എന്നുള്ളതാണ്. അപ്പം അവാമി ലീഗിനെ ഷെയ്ഖ് ഹസീന നയിക്കുന്നു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP-നെ ബീഗം ഖലീദ സിയ നയിക്കുന്നു. ഒന്നുകിൽ ഖലീദ സിയ പ്രധാനമന്ത്രിയാകും, അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയാകും. ഇങ്ങനെ ഒരു ബൈപ്പോളാർ പൊളിറ്റിക്സ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അതിലാണ് 2009 തെരഞ്ഞെടുപ്പിൽ പ്രകടമായ മാറ്റമുണ്ടായത്. 2009 തെരഞ്ഞെടുപ്പിന് ശേഷം തുടർച്ചയായി 4 ടേമാണ് ബീഗം ഷെയ്ഖ് ഹസീന അവിടെ തുടർച്ചയായിട്ട് ജയിച്ചത്. കഴിഞ്ഞ 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിൽ 1996 മുതൽ 2001 വരെയും അവർ പ്രധാനമന്ത്രിയായിരുന്നു. ആ ടേമും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 20 വർഷം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നയാളാണ് ഷെയ്ഖ് ഹസീന. അത് ഇസ്ലാമിക ലോകത്ത് തന്നെ ഏറ്റവും അധിക കാലം പ്രധാനമന്ത്രിയായിരുന്ന വനിത ഷെയ്ഖ് ഹസീനയാണ്. അത് ഒരു ഗ്ലോബൽ റെക്കോർഡാണ്. മാത്രവുമല്ല അവരുടെ ഭരണവും വലിയ രൂപത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു, വിശേഷ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഒക്കെ. പക്ഷേ അങ്ങനെ ഒക്കെയാണ് പൊതുവിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശിലെല്ലാം നന്നായി പോകുന്നു എന്നുള്ളൊരു ചിത്രമാണ് കിട്ടിയിരുന്നതെങ്കിലും അവിടുത്തെ ആഭ്യന്തര രംഗത്തെ പ്രതിസന്ധി രൂക്ഷമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് പെട്ടെന്നുണ്ടായിട്ടുള്ള ഇതൊരു ട്രിഗർ ഫാക്ടർ മാത്രമാണ് ഈ കോട്ട സമരം. അതിനു മുമ്പ് ആ രാജ്യത്തിനകത്ത് പ്രതിപക്ഷം ദുർബലമായി എങ്കിലും ജനങ്ങളുടെ ഡിസ്കണ്ടൻറ്റ്, അവരുടെ പ്രതിഷേധം ശക്തമായിരുന്നു, അതവിടെ ഉണ്ടായിരുന്നു. അതിനെയാണ് യഥാർത്ഥത്തിൽ ഈ കോട്ട സമരം ട്രിഗർ ചെയ്തത്. ഇത് പറയുമ്പോഴേ നമ്മളിപ്പോൾ ഈ ഷെയ്ഖ് ഹസീന 20 കൊല്ലം ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു. അവരുടെ ഭരണകാലം വലിയ എക്കണോമിക് ഗ്രോത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് എന്ന് പറയുമ്പോൾ പോലും ഈ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭരണഘടനാ സംവിധാനങ്ങളെ മുഴുവൻ ഈ കാലത്തിനിടയിൽ അവർ ഭരണകൂടത്തിൻ്റെ വിധേയത്വത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള വലിയ വിമർശനം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. എലക്ഷൻ സിസ്റ്റം, ഇപ്പോൾ 2024 ഇലക്ഷനെക്കുറിച്ച് വലിയ പരാതി ഉണ്ടായിരുന്നു. അതിനു മുമ്പ് 2018 നടന്ന തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് രൂക്ഷമായ വിമർശനങ്ങളുണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ ഏജൻസികൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടതാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു പ്രക്രിയയുടെ തുടർച്ച, അതായത് ഒരു അധികാരം, പരമാധികാരം ഉറപ്പിക്കുകയും ആ അധികാരത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ ഭരണകൂടത്തിൻ്റെ കീഴിൽ കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്നൊരു പ്രവണത ഒരുപക്ഷെ നമുക്ക് കുറെ കൂടെ പരിചിതമാണത്. കാരണം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഭരണകൂടത്തിൻ്റെ കീഴിലേക്ക് ഈ ഭരണഘടനാ സംവിധാനങ്ങളെ കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു റെപ്ലിക്കയാണോ ബംഗ്ലാദേശിൽ സത്യത്തിൽ സംഭവിച്ചത്? യെസ്, സമാനമായ രൂപത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ഭരണകൂടവും രാഷ്ട്രവും തമ്മിലുള്ള വ്യത്യാസമില്ലാതായി മാറുന്നു എന്നുള്ളതാണ്. അതായത് ഭരണകൂടം തന്നെ രാഷ്ട്രമായി മാറുന്നു. ഭരണകൂടം തന്നെ രാഷ്ട്രമായി മാറുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭരണകൂടത്തെ നയിക്കുന്ന ആൾ തന്നെ രാഷ്ട്രമായി മാറും. ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അങ്ങനെ 2009 ഉള്ള തെരഞ്ഞെടുപ്പ് ഒരു വലിയ സംഘർഷത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. കാരണം 2006 ബീഗം ഖലീദ സിയയുടെ ടൈം അവസാനിച്ചു. 3 വർഷത്തോളം അവിടെ സംഘർഷമുണ്ടായി, പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ടർമോയിലുണ്ടായി. പക്ഷേ അന്താരാഷ്ട്ര ഏജൻസികളുടെയൊക്കെ നിരീക്ഷണത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അവിടെ സമാധാനപരമായൊരു തെരഞ്ഞെടുപ്പ് 2009 നടക്കുന്നത്. ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ഷെയ്ഖ് ഹസീനയെ വിജയിപ്പിച്ചു. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം 1991-96 കാലത്തെ ഖലീദ സിയയുടെ ഭരണം ഏറെക്കുറെ നല്ലതായിരുന്നുവെങ്കിലും 2001 മുതൽ 2006 വരെയുള്ള ഭരണം വളരെ മോശമായിരുന്നു എന്ന പൊതു അഭിപ്രായമാണ് ഉണ്ടായത്. 2001 ഈ
അഴിമതിയുടെ അളവ് കണക്കാക്കുന്ന ഏജൻസി ലോകത്തിലെ ഏറ്റവും അധികം അഴിമതി നടക്കുന്ന രാജ്യമായി 2001 തിരഞ്ഞെടുത്തത് ബംഗ്ലാദേശിനെയാണ്. എന്ന് വെച്ചാൽ എല്ലാ സമസ്ത തലങ്ങളിലും അഴിമതി നിറഞ്ഞ ഒരു ഭരണമായിരുന്നു ഈ ബീഗം ഖലീദ സിയയുടേത്. അപ്പോൾ അവരും അവരുടെ കുടുംബാംഗങ്ങളുമൊക്കെ ചേർന്ന് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവനും നെപ്പോട്ടിസം അതുപോലെ സ്വന്തക്കാരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ക്രമമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് 2006 ശേഷം അവർക്ക് കാര്യമായൊരു സ്വാധീനം ചെലുത്താൻ കഴിയാതിരുന്നത്. മാത്രവുമല്ല ഈ സിയ ഫൗണ്ടേഷൻ്റെ പേരിൽ അവർ സമാഹരിച്ച സമ്പത്ത്, അതുമായി ബന്ധപ്പെട്ട കേസ്, അതിൻ്റെ ഭാഗമായി 18 വർഷത്തേക്കാണ് അഴിമതി വിരുദ്ധ കോടതി അവരെ ശിക്ഷിച്ചത്. അപ്പോൾ അവരുടെ ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇപ്പോൾ ആരോഗ്യസ്ഥിതി മോശമായി. അപ്പോൾ ഒരാൾട്ടർനേറ്റീവ് ഇല്ലാതെയായി, ബദൽ ഇല്ലാതായി എന്നുള്ളതാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത. കാരണം ജനങ്ങൾ അങ്ങേയറ്റം ബീഗം ഖലീദ സിയനെയും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിനെയും വെറുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തുടർച്ചയായ വിജയങ്ങൾ ഷെയ്ഖ് ഹസീനയ്ക്ക് നേടാനും സാധിച്ചു. അപ്പോൾ കൂടുതൽ ജനാധിപത്യത്തെ വ്യാപിക്കുന്നതിന് പകരം അവരും ഇപ്പറയുന്നത് പോലെ അധികാരം തന്നിലേക്ക് കേന്ദ്രീകരിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അങ്ങനെ ഉണ്ടായപ്പോഴും അതിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളും വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഷെയ്ഖ് ഹസീന വളരെ പുരോഗമനപരമായ നിലപാടുകളെടുത്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബംഗ്ലാദേശിന് ഇന്ത്യയെ ആശ്രയിക്കാതെ നിൽക്കാൻ സാധിക്കില്ല. ആ ഭൗമരാഷ്ട്രീയത്തിലെ ആ ബലാബലം വളരെ കൃത്യമായി മനസ്സിലാക്കിയവരാണ് ഹസീന. മാത്രവുമല്ല ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബന്ധം അവർക്ക് നിലനിർത്താൻ സാധിച്ചു. കുറേ ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കം പലതിലും പരിഹാരമുണ്ടായി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ബംഗ്ലാദേശിൻ്റെ ജീവനാഡി എന്ന് പറയുന്നത് ഗംഗാ നദിയും ടീസ്ത നദിയും ഒക്കെയാണ്. അവിടെയുള്ള എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പം ഈ നദീജല തർക്കം പലപ്പോഴും ഒരു കീറാമുട്ടിയായിരുന്നു, പ്രത്യേകിച്ച് ഗംഗാജല തർക്കം. അപ്പം ഇതൊക്കെ ഇന്ത്യയും ഡൽഹിയുമായിട്ട് വളരെ അടുത്ത സൗഹൃദം അവർ പുലർത്തി. അത് മൻമോഹൻ സിംഗ് ആയാലും മോഡി ആയാലും ഇരു പ്രധാനമന്ത്രിമാരുമായിട്ട് ഊഷ്മളമായ ബന്ധം നിലനിർത്താൻ ഷെയ്ഖ് ഹസീനയ്ക്ക് കഴിഞ്ഞു. അതോടൊപ്പം ഈ കോൺക്ലേവുകളുടെ പ്രശ്നം, ബംഗ്ലാദേശിനകത്തുള്ള ഇന്ത്യൻ കോൺക്ലേവും ഇന്ത്യയുടെ ഭാഗത്തുള്ള ബംഗ്ലാദേശ് കോൺക്ലേവിൻ്റെ പ്രശ്നങ്ങൾ, അത് പരിഹരിക്കാൻ സാധിച്ചൊരു പരിധിവരെ. അതുപോലെ ആസാം മേഖലയിലേക്കുള്ള ഇൻഫിൽട്രേഷൻ, ബംഗ്ലാദേശികളെ ഇൻഫിൽട്രേഷൻ, ആ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുമായിട്ടുള്ള ചർച്ചകൾ ഒരു പരിധിവരെ വിജയകരമായിരുന്നു. അതോടൊപ്പം 2017 10 മില്യൺ റോഹിംഗ്യകൾ അവിടെ ജിനോസൈഡിൻ്റെ പശ്ചാത്തലത്തിൽ മ്യാൻമറിൽ നിന്ന് വരുന്നത്. അവരെ പുനരധിവസിപ്പിക്കുവാനും ബംഗ്ലാദേശ് വഴി ഇന്ത്യയിലേക്ക് വരുന്ന റോഹിംഗ്യകളുടെ പ്രശ്നം, ഇതൊക്കെ ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് സമയാസമയങ്ങളിൽ ബന്ധപ്പെട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ അവർ കാണിച്ച നയചാതുര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പമാണ് ടീസ്ത നദിയിലെ ജലതർക്കം. അത് ബംഗ്ലാദേശുമായിട്ടുള്ള പ്രശ്നത്തിൽ മമതാ ബാനർജിയുടെ ഇടപെടലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിരുന്നു. അത് പരിഹരിക്കുവാനും ഇവർക്ക് സാധിച്ചു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഊഷ്മളമായ ബന്ധം നിലനിർത്താൻ ഹസീനയ്ക്ക് കഴിഞ്ഞു. അത് വളരെ സക്സസ്ഫുള്ളായിരുന്നു. അതിൽ ലോകം മുഴുവനും പ്രശംസിച്ച ഒരു കാര്യമാണ് 2017 ഈ 10 മില്യണോളം റോഹിംഗ്യൻ അഭയാർത്ഥികൾ അവിടെ പ്രവേശിച്ച സമയത്ത് അവരുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാട്, ആ ഭരണകൂടം അതിൽ ഇടപെട്ടത്, ഇതൊക്കെ വലിയ രൂപത്തിൽ ആഗോളതലത്തിൽ പ്രശംസ നേടിക്കൊടുത്ത ഘടകങ്ങളാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ആഭ്യന്തര രംഗത്ത് ഒട്ടും ഗുണകരമായിരുന്നില്ല. കാര്യമാണ് ഞാൻ ചോദിക്കാൻ വന്നത്. കാരണം ഇത്രയും ഇപ്പോൾ റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ കാര്യത്തിലൊക്കെ ഇത്രയും ഉദാരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഭരണാധികാരി, അവരെ സ്വീകരിക്കുന്നതിന്, അവരെ പുനരധിവസിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്ന ഒരു ഭരണാധികാരി, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വളരെ സക്രിയമായി ഇടപെടുന്ന ഒരു ഭരണാധികാരി, കുറച്ച് പുറകോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ അസാസിനേഷന് ശേഷം അവിടുത്തെ ജനാധിപത്യ പ്രക്രിയ, ബംഗ്ലാദേശിലെ ജനാധിപത്യ പ്രക്രിയ തിരിച്ചു കൊണ്ടുവരാനായിട്ട് വലിയ ശ്രമം നടത്തിയ നേതാവ് കൂടിയാണ് അവർ. ആ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയിലേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ സംഭാവന അവരുടേതായിട്ടുണ്ട്. ഈ ജനറൽ ഇർഷാദ് അധികാരം പിടിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പട്ടാള ഭരണകൂടത്തിനോട് സന്ധിയില്ലാതെ പോരാടിയ ആളുകളിൽ ഒരാളാണ് ഷെയ്ഖ് ഹസീന. ഖാലിദ സിയയും അങ്ങനെ തന്നെയാണ്. ഷെയ്ഖ് ഹസീന വളരെ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ചില ഘട്ടങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിനോട് പോലും എന്താ പറയുക യോജിക്കാതെ നിന്നുകൊണ്ട് ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ചരിത്രം ഓർക്കും. അങ്ങനെ ഒരാൾ
ഈ 2009 ശേഷമുള്ള തുടർച്ചയായ ഭരണം അവരെ ഈ പറയുന്ന ഒരു ഏകാധിപത്യ മനോനിലയിലേക്ക് എത്തിക്കുകയും അതിൻ്റെ ഭാഗമായി നാട്ടിൽ നടക്കുന്ന ആഭ്യന്തരമായ പ്രശ്നങ്ങളെ ഒട്ടും പരിഗണിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അഴിമതി തന്നെയാണ്. അതിൽ 1971 ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജിനോസൈഡ് നടന്നതാണ്. 1 കോടിയിലധികം മനുഷ്യർ കൊല ചെയ്യപ്പെട്ടു. 10 മില്യൺ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത്ര ഭീകരമായ നരനായാട്ട് 1971 നടന്നു. അത് പാകിസ്ഥാൻ പട്ടാളം സ്വന്തം രാജ്യത്തിലെ ജനങ്ങളോട് ചെയ്ത ക്രൂരകൃത്യങ്ങളാണ്. അതിൽ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ബലാത്സംഗങ്ങൾ നടന്നത് ഈ ഒരു കാലത്തായിരുന്നു. ബംഗ്ലാദേശ് ലിബറേഷൻ വോർ, മുക്തി ബാഹിനിയുടെ കാലത്തായിരുന്നു. അപ്പം അന്ന് ഇപ്പോൾ ഷെയ്ഖ് ഹസീന ആദ്യം ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് പീഡനത്തിനിരയായ സ്ത്രീകൾക്കെല്ലാം ഒരു പദവി കൊടുത്തു. അതിനെ എന്നിട്ട് അവർക്ക് പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ ഒക്കെ കൊടുത്തു. അപ്പോൾ അവർക്ക് കൊടുത്തത് വീരാങ്കന എന്നാണ്. വീരാങ്കന എന്നുള്ളതിൻ്റെ ബംഗാളിലാണ്. വീരാങ്കന എന്ന ടൈറ്റിൽ കൊടുത്ത് അവരെ പൂർണ്ണമായി ഭരണകൂടം സംരക്ഷിക്കുന്ന ഒരു നിലയുണ്ടായി. അതിനോടൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് ബംഗ്ലാദേശിലെ ജനങ്ങളും പ്രതികരിച്ചത്. പക്ഷേ ഈ കോട്ട സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ വെറ്ററൻസ് ആയിട്ടുള്ള ആളുകൾ, ഈ യുദ്ധത്തിൽ പങ്കെടുത്തവർ, മുക്തി ബാഹിനിയിലെ അംഗങ്ങൾ, 1974 സമരത്തിൽ പങ്കെടുത്ത ആളുകൾ, അവരൊക്കെ അതിൽ കുറേ ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾ, അത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. കാരണം ഇത് 71 നടന്ന പോരാട്ടമാണല്ലോ. അപ്പം അവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ കോട്ടയിലെ ജോലികളിൽ, എല്ലാ സ്ട്രാറ്റയിലുമുള്ള ജോലികളിൽ 30% സംവരണം എന്നുള്ളതാണ്. ആ സംവരണം 2018 തൽക്കാലത്തേക്ക് അത് റദ്ദ് ചെയ്യാൻ അവർ തീരുമാനിച്ചെങ്കിൽ പിന്നീട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. പിന്നീട് സുപ്രീം കോടതി അത് കഴിഞ്ഞ ദിവസം ഒരു ഓർഡറിലൂടെ അത് മരവിപ്പിച്ചു. പക്ഷേ ഈ ഒരു കോട്ട സമ്പ്രദായം, ഈ വെറ്ററൻസ് എന്ന് പറയുന്നതിൽ മഹാഭൂരിപക്ഷവും അവാമി ലീഗിൻ്റെ പ്രവർത്തകരാണ്. കാരണം ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് ലിബറേഷൻ മൂവ്മെൻറ്റിൻ്റെ നേരവകാശിയാണ്. ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ മകളാണ്. അപ്പോൾ അവാമി ലീഗിലുള്ള വലിയ ശതമാനം ആളുകളും ഈ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ്. ഇന്ത്യയിലുള്ള കോൺഗ്രസ്സുകാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്തുടർച്ചക്കാരാണെന്ന് പറയുന്ന ആ ഒരു വാദം തന്നെ നമുക്ക് ഇവിടെയും പ്രയോഗിക്കാവുന്നതാണ്. അത് വാസ്തവവുമാണ്. അങ്ങനെ വന്നപ്പോൾ ഈ കോട്ട സമ്പ്രദായമൊക്കെ വന്നെങ്കിലും ഇതിൻ്റെ ബെനിഫിഷ്യറീസ് യഥാർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബങ്ങൾക്ക് കിട്ടുന്നത് പ്രായോഗിക തലത്തിൽ അവാമി ലീഗ് പാർട്ടി പ്രവർത്തകർക്ക് കിട്ടുന്ന സാഹചര്യമുണ്ടായി. അതങ്ങനെ വരും, സ്വാഭാവികമായിട്ട് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മാത്രവുമല്ല, ഈ സാഹചര്യത്തിൽ പ്രക്ഷോഭത്തിൻ്റെ കേന്ദ്ര ബിന്ദു ധാക്ക യൂണിവേഴ്സിറ്റിയാണ്. ധാക്ക യൂണിവേഴ്സിറ്റിയിലെ ചെറുപ്പക്കാർ, അവരെന്ന് പറയുന്നത് 20-30 വയസ്സിൽ താഴെ. ബംഗ്ലാദേശിന്റെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ആരംഭിക്കുന്നതും ധാക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ അവിടുത്തെ യൂത്തിന് ഈ വിപ്ലവത്തിൻ്റെ പാരമ്പര്യമില്ലാത്ത തലമുറയാണ്. അവർക്ക് ഈ സമരം ഒരു വിദൂര സ്വാതന്ത്ര്യ സമരമാണ്. അവരിപ്പോൾ ഉള്ളത് ഒരു 24 വയസ്സിൽ 25 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഒരു എക്സ്പീരിയൻസ് അല്ല സ്വാതന്ത്ര്യ സമരം. അവരെ സംബന്ധിച്ച് ഈ ആഗോളീകരണ കാലത്തുണ്ടാകുന്ന പ്രതിസന്ധി, ജോലി ഇല്ലായ്മ, തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങളെല്ലാം അവർക്കുണ്ട്. അപ്പോൾ ഈ കോട്ട സിസ്റ്റം വരുമ്പോൾ തങ്ങൾക്ക് മെറിറ്റോറിയസ് ആയിട്ടുള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഈ ധാക്ക യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം വളർന്നു വരുന്നത്. അത് 2011 അറബ് വസന്തത്തിന് സമാനമായ രൂപത്തിലാണ് തുടക്കം. അറബ് വസന്തവും യൂണിവേഴ്സിറ്റികളിൽ നിന്നാണല്ലോ ആരംഭിക്കുന്നത്. ടുണീഷ്യയിലെ മുല്ലപ്പൂ വസന്തമാണെങ്കിലും, താമര വിപ്ലവം, ഈജിപ്തിലെ താമര വിപ്ലവം, ലോട്ടസ് റെവല്യൂഷൻ ആണെങ്കിൽ ക്യാമ്പസുകളിൽ നിന്ന് ആരംഭിച്ച് അത് സമൂഹത്തിലേക്ക് പടരുകയാണ് ചെയ്തത്. സമാനമായ രൂപത്തിൽ ആണ് ഈ വിദ്യാർത്ഥികളുടെ സമരം വളരെ പെട്ടെന്ന് അവിടെ ജനകീയമായി മാറി. അവിടത്തെയുള്ള ഫിലിം സ്റ്റാറുകൾ, അതുപോലെ ധാരാളം റാപ്പേഴ്സ്, അവർ ഇതിനനുകൂലമായി പാട്ടുകൾ രചിച്ച് പ്രചരിപ്പിച്ച സോഷ്യൽ മീഡിയയിലൂടെ. അപ്പം ഗായകർ, റാപ്പേഴ്സ്, സിനിമാ പ്രവർത്തകർ, സാഹിത്യകാരന്മാർ, ഇങ്ങനെ തുടങ്ങി സമൂഹത്തിൻ്റെ വിവിധ മത നേതാക്കൾ ഈ സമരത്തോട് ഐക്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി.
അപ്പോൾ അങ്ങനെ അതൊരു ജനകീയ സമരമായി വളരെ പെട്ടെന്ന് മാറി. ശരിക്കും മറ്റൊരു അറബ് വസന്തം അവിടെ രൂപപ്പെടുകയാണ്. അതിനോടൊപ്പം അവിടെയുള്ള വിവിധ മതസംഘടനകൾ, അവിടെ യാഥാസ്ഥിക വിഭാഗമുണ്ട്, അതിൽ ഇന്ത്യയുമായി അനുകൂല ഭാവം പുലർത്തുന്നതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനെ എതിർക്കുന്ന ചെറു ന്യൂനപക്ഷം തീവ്രവാദ വിഭാഗങ്ങൾ ബംഗ്ലാദേശിൽ വളരെ ആക്റ്റീവാണ്. അവരെല്ലാം പഴയ എർഷാദിനെ പിന്തുണച്ച വിഭാഗമാണ്. അപ്പം അവർ വളരെ ശക്തമായൊരു വിഭാഗമാണ്. അവർക്ക് തെരഞ്ഞെടുപ്പിലൊന്നും വിജയിക്കാൻ ആവശ്യമായ വോട്ടില്ലെങ്കിലും സമൂഹത്തിലെ ഒരു ഡിസ്റപ്റ്റീവ് ഫോഴ്സായിട്ട് നിൽക്കാനുള്ള ശേഷി അവർക്കുണ്ട്. അപ്പോൾ അത്തരം സംഘങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഈ സമരരംഗത്തേക്ക് കടന്നു വരികയും ആ സമരം ഒരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ തലത്തിലേക്ക് മാറുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ബ്ലഡി സൺഡേ എന്ന് പറയാവുന്ന രീതിയിൽ കഴിഞ്ഞ ഞായറാഴ്ച 98 ആളുകൾ വെടിയേറ്റ് കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിൻ്റെ ഭാഗമായി കോട്ടാ സിസ്റ്റം പിൻവലിച്ചതോടുകൂടി സമരം തീർന്നു എന്നുള്ള ഒരു ചിത്രമായിരുന്നു നമ്മുടെ മുന്നിലുണ്ടായത്. വളരെ പെട്ടെന്ന് ഒരു ഡേഞ്ചറസ് ബ്യൂട്ടി ഈസ് ബോൺ എന്ന് പറയുന്നത് പോലെ പുതിയൊരു ഭീകരത അവിടെ വന്നു. അത് മാർച്ച് ടു ധാക്ക എന്നാണ് അതിൻ്റെ പേര്, ലോങ് മാർച്ച് ടു ധാക്ക. ആ ധാക്ക മാർച്ചിലേക്ക് വന്നിട്ട് അവിടെ ഗണഭവൻ അവർ ഒക്കുപ്പൈ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ എങ്ങനെയാണോ ശ്രീലങ്കയിലെ ഗോട്ടാബായ രജപക്സെയുടെ കൊട്ടാരം ആളുകൾ പിടിച്ചെടുത്തത്, സമാനമായ രീതിയിൽ അവിടെ കൊട്ടാരം വളയുന്ന സാഹചര്യമുണ്ടായി. ഏതു നിമിഷവും അവിടുത്തെ കലാപകാരികൾ ഗണഭവൻ കൈപ്പിടിയിൽ ഒതുക്കും എന്ന സാഹചര്യമുണ്ടായി. അത്തരം ഒരു സാഹചര്യത്തിലാണ് സഹോദരിയോട് ചേർന്ന് ഷെയ്ഖ് ഹസീന രാജ്യം വിടാൻ തീരുമാനിക്കുന്നതും പട്ടാളം അവിടെ ഭരണം താൽക്കാലികമായിട്ടെങ്കിലും ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അവിടുത്തെ പട്ടാള മേധാവി വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിപ്പം ഒരുപക്ഷെ വാർത്താസമ്മേളനം നടത്തി ഒരു ഇൻട്രീം ഗവൺമെൻറ് രൂപീകരിക്കും. പ്രതിപക്ഷത്തെ ശക്തികളുമായിട്ടും അവിടുത്തെ സിവിൽ സൊസൈറ്റിയുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അവരുടെ കൂടെ സഹകരണത്തോടെ ആയിരിക്കും ഒരു ഇൻട്രീം ഗവൺമെൻറ് ഉണ്ടാക്കുക. അതിനെ ഹെഡ് ചെയ്യുക അദ്ദേഹമായിരിക്കും എന്നുള്ള സൂചനയാണ് അദ്ദേഹം തരുന്നത്. പക്ഷേ തുടർന്നുള്ള എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇപ്പോൾ പറയാൻ സാധിക്കില്ലായിരിക്കും. അതാണ് ഞാൻ ചോദിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലേക്ക് തിരിച്ചു വരാൻ ഉള്ളൊരു സാധ്യതയുണ്ടോ അവിടെ? അതോ ഈ തരത്തിലൊരു പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളൊരു ഭരണകൂടം കുറച്ചു കാലത്തേക്ക് നിൽക്കുക എന്ന് പറയുന്നൊരു സിസ്റ്റം ആയിരിക്കും അവിടെ വരിക? അത് ബംഗ്ലാദേശ് ഒരു വ്യത്യസ്തമായ ഒരു ലോകമാണ്. എന്നുവെച്ചാൽ ബംഗ്ലാദേശും ഇന്നത്തെ ബംഗാളും ചേർന്ന പഴയ ബംഗാളിലാണ് ഇന്ത്യൻ ദേശീയത പൊട്ടി വിളർന്നത്. അവിടെയാണ് ഭദ്രലോകം ഉണ്ടായത്. അവിടെയാണ് ഇന്ത്യൻ ദേശീയത ശക്തിപ്പെട്ടു വന്നത്. അവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ നവോത്ഥാനം ഉണ്ടാകുന്നത്. അപ്പം അതിൻ്റെ എല്ലാം പാരമ്പര്യം ഈ ബംഗ്ലാദേശികൾക്ക് ഇപ്പോഴുമുണ്ട്. മാത്രമല്ല 1971 മുതൽ 2024 വരെയുള്ള ചരിത്രം എടുത്താൽ ആകെ 8 വർഷം മാത്രമാണ് അവിടെ ഒരു പട്ടാള ഭരണകൂടം ഉണ്ടായിരുന്നത്. മാത്രമല്ല 90കൾക്ക് ശേഷം വളരെ ശക്തമായ ഒരു ജനാധിപത്യം അവിടെയുണ്ട്. അത് ബൈപ്പോളർ ആണെങ്കിൽ കൂടി. അപ്പോൾ അതുകൊണ്ടൊരു ദീർഘകാലത്തേക്കൊന്നും അവിടെ ഒരു പട്ടാള ഭരണകൂടത്തിന് നിൽക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. അവർ ബംഗാളികളാണ് എന്നതുകൊണ്ട് തന്നെ ജനാധിപത്യവും തീവ്രമായ ചിന്തയും സമരരംഗത്ത് എന്ത് വില കൊടുത്തും അണിനിരക്കാനുള്ള ശേഷിയുമൊക്കെയുള്ള ഒരു ജനതയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി പട്ടാളം അഭിമുഖീകരിക്കാൻ പോകുന്നത് ശക്തമായൊരു പ്രതിപക്ഷമില്ല. ഈ സമരം ഒരു സ്പോണ്ടേനിയസ് സ്പൊറാഡിക് മൂവ്മെൻ്റാണ്. കൃത്യമായ നേതൃത്വമില്ല. ധാക്ക യൂണിവേഴ്സിറ്റിയിലെ കുറച്ച് കുട്ടികൾ ആരംഭിക്കുകയും പിന്നീട് പൊതുസമൂഹം ഏറ്റെടുക്കുകയും ചെയ്ത സമരമാണ്. ആ സമരത്തെ നയിക്കാൻ ഇപ്പം ബീഗം ഖലീദ സിയെ പോലെയോ അല്ലെ ഷെയ്ഖ് ഹസീന ആ രീതിയിൽ സ്റ്റേച്ചറുള്ള ഒരു നേതാവില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പട്ടാളത്തിനൊരു ഇൻട്രീം ഗവൺമെൻറ് ഉണ്ടാക്കുമ്പോൾ പോലും ഈ ഒരു പ്രതിസന്ധി ഉണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നത് അവിടുത്തെ പ്രതിപക്ഷം ഇപ്പോൾ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അവിടെ സംഘടനാപരമായും നേതൃത്വപരമായും വളരെ ദുർബലമാണ്. കാരണം അത് നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു വാക്കം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടു പോയിരിക്കുന്നു. ഖാലിദ സിയെ ആണെങ്കിൽ അവർക്ക് ഏതാണ്ട് 78 വയസ്സായി. പിന്നെ അവർക്ക് മറ്റ് അസുഖങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഒരു പബ്ലിക് ലൈഫിലേക്ക് വളരെ ഊർജ്ജസ്വലമായി തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ നമ്മളുടെ കാഴ്ചയിൽ, നമ്മളുടെ കേൾവിയിൽ ഉള്ള ലീഡേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും ഖാലിദാസിയെയും ഷെയ്ഖ് ഹസീനയുമാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോൾ. അപ്പോൾ ഒരു ഏതാണ്ടൊരു ലീഡർഷിപ്പ് വാക്വം ഇപ്പോൾ ബംഗ്ലാദേശിലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. എന്ന് വെച്ചാൽ അവിടുത്തെ പ്രതിപക്ഷത്തു നിന്നോ ഭരണപക്ഷത്തു നിന്നോ നോക്കുമ്പോൾ ഈ ഖാലിദാസിയെയും ഷെയ്ഖ് ഹസീനയും അല്ലാതെ വളരെ ശക്തമായൊരു നേതാവിനെ നമുക്ക് കാണിക്കാനില്ല എന്നുള്ള ഒരു പ്രതിസന്ധിയുണ്ട്. പക്ഷേ പലപ്പോഴും ഈ സോഷ്യൽ
ഗ്രൂപ്പുകൾ, സാമൂഹ്യ പ്രസ്ഥാനങ്ങളും അതുപോലെ വിദ്യാർത്ഥി പ്രസ്ഥാനവും യുവജന പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെയൊക്കെ മുൻനിരയിൽ നിൽക്കുന്ന വിഭാഗത്തെ കൂടി മത സാമുദായിക സംഘടനകൾ അടക്കമുള്ളവയെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുപക്ഷെ ഒരു ഇൻട്രീം ഗവൺമെൻറ് ഉണ്ടാക്കുകയും അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ കാര്യങ്ങളുടെ ചിത്രം മാറും. ഒരു അന്താരാഷ്ട്ര നിരീക്ഷണം ഒക്കെയുള്ള ഒരു 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 എലക്ഷൻ അവിടെ നടത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പുതിയൊരു ഗവൺമെൻറ്റിനെ അവിടെ ഉണ്ടാക്കാൻ സാധിക്കും. അവസാനമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഇന്ത്യയുമായിട്ടുള്ള വളരെ അടുത്ത ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. അവർ ഒരുപക്ഷെ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടാകുക ഇന്ത്യയിലേക്ക് തന്നെ ആയിരിക്കും എന്നാണ് കരുതുന്നത്. പല റിപ്പോർട്ടുകളും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്, ഇന്ത്യയിലേക്ക് അവർ വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഈ ബംഗ്ലാദേശിലുണ്ടായിരിക്കുന്ന ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, ഇപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പറയണം, രാഷ്ട്രീയമായിട്ടുള്ള ഒരു അനിശ്ചിതാവസ്ഥയുണ്ടല്ലോ. ഈ അനിശ്ചിതാവസ്ഥ ഇന്ത്യയെ സംബന്ധിച്ച് അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്? അതിൽ ഒരു 3 പൊസിഷൻ നമുക്ക് ബംഗ്ലാദേശിലെ പൊളിറ്റിക്കൽ ഫോർമേഷനിൽ ഒരു 3 പൊസിഷൻ നമുക്ക് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാം. അതിൽ ആദ്യത്തെ ഷെയ്ഖ് മുജിബുർ റഹ്മാനും അദ്ദേഹത്തിൻ്റെ പുത്രി ഷെയ്ഖ് ഹസീനയുടെയും കാലമാണ്. അവർ പൂർണ്ണമായും ഇന്ത്യയോട് അഗാധമായ സൗഹൃദം പുലർത്തിയിരുന്നവരാണ്. സ്വന്തം സഹോദരന്മാരെ പോലെ കണ്ട് വളരെ അടുത്ത ബന്ധമാണ് അവരുടെ കാലത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് നമ്മളത് സൂചിപ്പിച്ചു. രണ്ടാമത്തത് ബീഗം ഖലീദ സിയ, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ കാലത്ത് ഒരു മോഡറേറ്റ് റിലേഷനാണ്. പക്ഷേ ഇന്ത്യയുമായിട്ട് വളരെ ഊഷ്മളമായ ബന്ധം നിലനിർത്തുമ്പോൾ തന്നെ ഈ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ഹസീന കാലഘട്ടത്തിലുള്ളതുപോലെയുള്ള ഒരു എല്ലാ തരത്തിലും സഖ്യസമാനമായ ഒരു ബന്ധം യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതേസമയം പട്ടാളം അധികാരത്തിലിരുന്ന എർഷാദിൻ്റെ കാലത്ത് ശക്തമായ ഇന്ത്യ വിരുദ്ധ നിലപാട് പല കാര്യങ്ങളിലും അവർ എടുക്കുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ മേജർ പൊളിറ്റിക്കൽ ഫോർമേഷൻ, അത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ആണെങ്കിലും ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് ആണെങ്കിലും, ഈ 2 പാർട്ടികളും അധികാരത്തിലിരുന്നപ്പോൾ ഇന്ത്യ അനുകൂല നയമാണ് സ്വീകരിച്ചത് എന്ന് നമുക്ക് പൊതുവിൽ പറയാം. അതിൽ അവാമി ലീഗ് അധികാരത്തിലിരുന്ന കാലത്ത് ആഗോള രംഗത്ത്, ആഗോള തലത്തിൽ, യുണൈറ്റഡ് നേഷൻസിൽ ഒക്കെ പാകിസ്ഥാനെ പോലും കഠിനമായി വിമർശിച്ച് ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന നിലപാട് ഷെയ്ഖ് ഹസീന സ്വീകരിച്ചു. ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു സൗഹൃദ ശക്തി, ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരു സഖ്യരാഷ്ട്രം എന്ന പദവിയിലാണ് ബംഗ്ലാദേശ് ഉണ്ടായിരുന്നത്. അതേസമയം പട്ടാളം ഭരണത്തിലിരുന്ന എല്ലാ ഘട്ടത്തിലും ഇന്ത്യയോടുള്ള സമീപനം വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഒരു പട്ടാള ഭരണമാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഷെയ്ഖ് ഹസീനയുടെ കാലത്തുണ്ടായതുപോലെ ഊഷ്മളമായ ഒരു ബന്ധം ഇന്ത്യയുമായി ഉണ്ടാവണമെന്നില്ല. അത് പറയുമ്പോൾ തന്നെ എല്ലാ അർത്ഥത്തിലും ബംഗ്ലാദേശിന് ഇന്ത്യയെ ആശ്രയിക്കാണ്ട് സാധിക്കില്ല. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം പരമാവധി ജനാധിപത്യപരമായി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്, റെസ്പെക്റ്റീവ് ഓഫ് ദി പൊളിറ്റിക്സ് ഓഫ് NDA ഗവൺമെൻറ്. ബംഗ്ലാദേശ് ബന്ധങ്ങളിൽ നമ്മൾ ബംഗ്ലാദേശിലെ ഭരണകൂടത്തെ ബഹുമാനിക്കുന്ന ഒരു നിലപാടാണ്. അത് പലപ്പോഴും ഈ നേപ്പാളുമായിട്ടുള്ള ബന്ധത്തിലുണ്ടായിട്ടില്ല, അത് നമുക്കറിയാലോ. ഈ നേപ്പാളുമായിട്ടുള്ള ബന്ധം പലപ്പോഴും നമ്മൾ വേണ്ടത്ര ഒരു ഈക്വൽ സ്റ്റാറ്റസിൽ കൈകാര്യം ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ട്. അതേസമയം നമ്മൾ ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെയല്ല. അതൊരു പരിധിവരെ ജനാധിപത്യപരമായി മാന്യമായി ഈക്വൽ സ്റ്റാറ്റസിലുള്ള ബന്ധമായി കൈകാര്യം ചെയ്യാൻ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഫോർമേഷനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് നമുക്ക് കരുതാം. ബംഗ്ലാദേശ് പട്ടാളത്തിന് മാത്രമല്ല, അവിടെ ഏറ്റവും ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്ന ശക്തി ഇന്ത്യയാണ്. അപ്പോൾ ഡൽഹി സൗത്ത് ബ്ലോക്കിൻ്റെ തീരുമാനങ്ങൾ തീർച്ചയായിട്ടും ബംഗ്ലാദേശിൻ്റെ ഭാവി നിർണ്ണയിക്കും. അതിനുള്ള ശേഷി നമുക്കുണ്ട്. കാരണം അവിടെ ഇപ്പോൾ അമേരിക്കയ്ക്കോ ചൈനയ്ക്കോ ഒന്നും വന്നിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഏതെങ്കിലും രൂപത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, അവിടെ ഇപ്പോൾ ആഭ്യന്തര യുദ്ധസമാനമായ സാഹചര്യമാണ്. 300-ലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ പല സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വിവരമൊക്കെ 10,000-ലധികം ആളുകൾ. കാരണം ഫയറിങ് നടന്നു, ആരൊക്കെ എവിടെയൊക്കെ മരിച്ചു എന്നറിയില്ല. ഏകദേശം പട്ടാളം മാത്രമല്ല, അവാമി ലീഗിൻ്റെ പ്രവർത്തകരും ഈ വിദ്യാർത്ഥികൾക്കെതിരെ ആയുധങ്ങളുമായിട്ട് രംഗത്ത് വരികയും അവിടെ ഇവിടങ്ങളിൽ വലിയ അക്രമങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് എത്രയാണ് തിട്ടമില്ല എന്ന് പറയുന്നത്. എത്ര പേർ മരിച്ചു എന്നോ എത്ര പേർക്ക് പരിക്കേറ്റു എന്നുള്ളത് ഒരു കണക്കില്ല. ഈ ബംഗ്ലാദേശ് ധാക്ക യൂണിവേഴ്സിറ്റിയിൽ ഈ അവാമി ലീഗിൻ്റെ പ്രവർത്തകർ വിദ്യാർത്ഥികളുമായി ഏറ്റുമുട്ടിയെടുത്താണല്ലോ ആദ്യമായി അവിടുത്തെ സംഘർഷം തുടങ്ങുന്നത്. അവിടുന്നാണ് പിന്നെ രണ്ടാമതാണ് അവിടുത്തെ പോലീസ് അവിടെ പ്രവേശിക്കുന്നത്, പിന്നെയാണ് പട്ടാളം പ്രവേശിക്കുന്നത്. അപ്പോൾ മാത്രവുമല്ല, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ അവാമി ലീഗിൻ്റെ പാർട്ടി ഓഫീസുകൾ, അവരുടെ സ്ഥാപനങ്ങളൊക്കെ വ്യാപകമായി ആക്രമിക്കുകയും തകർക്കപ്പെടുകയും ചെയ്യുന്ന രീതിയിലേക്ക് വരികയാണ്.
അപ്പോൾ ഇപ്പോൾ ഒരു മേൽക്കൈ ഒരു പക്ഷേ പ്രക്ഷോഭകാരികൾക്ക് കിട്ടി എന്ന് കരുതുന്നതിൽ തെറ്റില്ല. അപ്പോൾ ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ സാഹചര്യം അവിടെയുണ്ട്. എത്ര ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. അപ്പോൾ അവിടെ ആഭ്യന്തരമായ രംഗത്ത് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ഇന്ത്യക്ക് തീർച്ചയായിട്ടും കഴിയും. ആ രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് ഇടപെടൽ, അത് സൈന്യം ഇടപെടുക എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ, ആ ഡിപ്ലോമാറ്റിക്കായുള്ള ഇടപെടലുകൾ ആരംഭിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അവിടെ അവരെ ഒരു പൊളിറ്റിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഗവൺമെൻറ് കൊണ്ടുവരാൻ അവിടുത്തെ പട്ടാളമെങ്കിൽ പട്ടാളം, അതല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ സഹായിക്കാൻ ഏറ്റവും അധികം കഴിയുന്നത് ഇന്ത്യക്കായിരിക്കും. തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഏത് വിധത്തിലാണ് പുരോഗമിക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഒരുപക്ഷെ ഇന്ത്യക്ക് വിൻസെൻ്റ് മാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യക്ക് നയതന്ത്രപരമായി ഇടപെട്ട് ഒരു സ്റ്റെബിലിറ്റിക്കൊക്കെ വലിയ തോതിൽ ശ്രമിക്കേണ്ടി വരുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് ബംഗ്ലാദേശ്. നമുക്കത് കാത്തിരുന്ന് കാണാം. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.